സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ആൾക്കാരെ പരിപാടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ വായനശാലയിൽ മാത്രം ലോകത്തൊരു പ്രശ്നമല്ലാത്തതുകൊണ്ട് ഒരാൾ കുറഞ്ഞു എന്നുള്ളതിൽ എനിക്ക് യാതൊരു പരാതിയില്ല. പിന്നെ പെട്ടെന്ന് സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. എന്താണെങ്കിലും നമ്മുടെ പ്രദേശത്തുള്ള വായനശാല സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയുന്നൊരു സ്ഥാപനമാണ്. എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായിട്ട് ഉള്ള വളർച്ചയ്ക്ക് മാത്രമല്ല വായനശാലകൾക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. ഒരു വായനാശീലം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കർത്തവ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ വായനശാലകൾക്ക് പല രീതിയിലും ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതിലൊന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇടപെടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം വായനശാലയ്ക്ക് പറ്റുന്നത് നമ്മളിവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇന്നിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പണ്ടാണെങ്കിൽ പകർച്ചവ്യാധികളായിരുന്നു പ്രധാനപ്പെട്ട ജനങ്ങളുടെ ജീവന അപഹരിക്കുന്നതോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത് പകർച്ചവ്യാധികളായിരുന്നു. ഇന്ന് പകർച്ചവ്യാധികളല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് ജീവിത സൗകര്യങ്ങളൊക്കെ കൂടി വിദ്യാസമ്പന്നരായി എല്ലാവരും വിദ്യാഭ്യാസം പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകളും നല്ല വിദ്യാഭ്യാസ നേടിയവരായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ വിദ്യാഭ്യാസം നേടിയൊരു ജനവിഭാഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിട്ടും ഈ സമൂഹത്തിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് എന്താണിത് എന്ന് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് അനുഭവം തോന്നും. പ്രത്യേകിച്ച് ഒരു 10, 100, 150 വർഷം കേരളത്തിൽ ഉള്ള ജനങ്ങൾ ഇന്ന് കാണുന്ന ജനങ്ങളെക്കാളും പുരോഗതിയും ചിന്താശേഷിയും യുക്തിയും ശാസ്ത്രചിന്തയും ഉള്ളവരായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. എന്ത് പറ്റിയത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജനങ്ങളിങ്ങനെ അന്ധവിശ്വാസം ജഡിലമായിരുന്നു നമ്മുടെ നാട്. അതിൽ നിന്ന് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് മാറി, അല്ലേ? സ്ട്രീറ്റ് ലൈറ്റും അങ്ങനെയുള്ള എല്ലാവർക്കും വ്യാപിച്ചുകൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ അങ്ങനെയുള്ള ചെലുത്താനോ അങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ മാറി. പക്ഷെ വിദ്യാസമ്പന്നരായിട്ടുള്ളവർ വരെ പല അന്ധവിശ്വാസത്തിനും വിധേയമായിട്ട് ഈ വിദ്യാസമ്പന്നർ വരെ അത് കൂടി വരും, നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന യുക്തിചിന്തയോ ശാസ്ത്രബോധമോ ഇന്ന് യുവജനങ്ങളിലില്ല. ഇത്ര ബിടെക്കോ MBBS എംടെക്കോ ഒക്കെ കഴിഞ്ഞാലും അവരുടെ യുക്തിബോധം
കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് യുക്തിപൂർവ്വം അതിലൊരു തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ നമ്മൾ കാണുന്നു. അതല്ലേ പല അവസരത്തിലും നമ്മൾ ഇപ്പോൾ ഞാൻ വേറെ രീതിയിൽ പറയുകയല്ല, സുപ്രീം കോടതിൻ്റെ വിധി ഉണ്ടായിട്ടാണ് സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാമെന്നുള്ളതുണ്ടായത്. എന്നിട്ട് വരെ വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അവർക്ക് കിട്ടിയ ഒരു ആനുകൂല്യം അത് വിവേചനം പരമാണെന്ന് സുപ്രീം കോടതി കണ്ടിട്ടും അതിനെ എതിർക്കുകയാണ് ചെയ്തത്. എന്താണ് അതിലിപ്പോൾ ശാസ്ത്രീയമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ എന്താണ് ഇപ്പം അങ്ങനൊരു ജൈവപരമായിട്ട് സ്ത്രീകളോ പുരുഷന്മാരോ ഒക്കെ അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട്. അത് ജൈവപരമായിട്ട് ഇതാണ്, അതിനെ ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇന്നിപ്പോൾ ശാസ്ത്രബോധത്തിന് പകരം വിശ്വാസങ്ങൾ കൂടി വരികയല്ലേ ചെയ്യുന്നത്. വിശ്വാസങ്ങൾ അതാണല്ലോ നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വെച്ച് ചേർത്തതാണ് എന്ന് വരെ, അല്ലെങ്കിൽ ചാണകത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ വരെ അതുവരെ വിദ്യാസമ്പന്നർ വരെ അല്ലെങ്കിൽ വിദഗ്ധന്മാരുടെ സയൻറ്റിസ്റ്റുകൾ വരെ അത് സപ്പോർട്ട് ചെയ്യുന്നു. എന്തൊരു അവസ്ഥയാണത്! ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് അത് എന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ശാസ്ത്രചിന്തയ്ക്ക് പകരം ഭക്തിമാർഗമാണ് ഇപ്പോൾ, അല്ല ഭക്തിയാണ് കൂടി വരുന്നത്. എന്നാൽ ഒരു വിരോധാഭാസം കാണുന്നത് നമുക്ക് കാണാമല്ലോ. ഈ ഭക്തി കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ നല്ലവരായിട്ട് മാറുകയല്ലേ വേണ്ടത്, മനസ്സ് നല്ലതായിട്ട് മാറുകയല്ലേ വേണ്ടത്. സമൂഹത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഭക്തിസാധനമായിട്ടുള്ളവരുടെ അല്ലെ ഭക്തി കൂടിയവരുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും സമൂഹത്തിലെ അരിഷ്ടതാവസ്ഥയും അക്രമവും അനീതിയും വർദ്ധിച്ചു വരുന്നു. ഇത് വിരോധാഭാസമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അത് വളരെയധികം കുറഞ്ഞ് പോലീസിൻ്റെ പണിയൊക്കെ വളരെയധികം കുറഞ്ഞു വരേണ്ടതാണ്, അത് കൂടി വരുന്നത്. അപ്പോൾ എന്തോ ഒരു വൈദ്യം ഇവിടെ കാണുന്നു. അപ്പോൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങളും ശാസ്ത്രബോധത്തിന് പകരം സമൂഹത്തിന് ഇപ്പോൾ എന്താണ് അന്ധവിശ്വാസങ്ങളുടെ ബോധമാണ്. ശാസ്ത്രബോധം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. സയൻറ്റിഫിക് നമ്പർ ജനങ്ങളിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്ന അത് ഭരണഘടനയിൽ എഴുതി വച്ചിട്ടില്ല. അത് എന്താണ് സയൻറ്റിഫിക് നമ്പർ ഇല്ലാത്തൊരു ജനതയെ സൃഷ്ടിക്കുന്ന രീതിയിൽ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം. അപ്പോൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇന്നും നമ്മൾ പല പല മേന്മകൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പല പല പ്രശ്നങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെ വായനശാലകൾക്ക് നന്നായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ആരോഗ്യ പ്രശ്നം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ പൾസ് മീറ്ററിവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ ഉള്ള വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നു ജിമ്മ് ചെയ്യാനുള്ള. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ പകർച്ചവ്യാധികൾക്ക് പകരം ഇന്നിപ്പോൾ ജീവിതശൈലി രോഗങ്ങളാണ് വർദ്ധിച്ചു വരുന്നത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഈ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ആശുപത്രികളോ കൂട്ടുകയാണോ വേണ്ടത്? ശരിക്ക് വേണ്ടത് ആരോഗ്യമുള്ള ജനങ്ങളെ സമൂഹത്തിൽ ഉണ്ടാവാനായിട്ട് ക്യൂർ ഈസ് ബെറ്റർ ദാൻ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് വരാതിരിക്കാനുള്ള ഇതിലേക്കല്ലേ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. ആരോഗ്യ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ്, ഇതൊക്കെ വേണം അല്ലേ. അപ്പോൾ നമ്മൾ വായനശാല പ്രവർത്തകരോ അല്ല ഇതിനെ കുറ്റം പറയല്ല, ഇന്നത്തെ അവസ്ഥയിൽ ആവശ്യമുണ്ട്. പക്ഷെ പുതിയ തലമുറയ്ക്ക് ഈ ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു.
ജീവിത രീതി മൂലമാണ് ഇന്നിപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മുഴുവൻ. ജീവിത രീതി എന്ന് പറഞ്ഞാൽ ആഹാരം ഔഷധമാണെന്ന് ആയുർവേദത്തിൽ അല്ലെങ്കിൽ പറയില്ലേ. ഇന്നിപ്പോൾ അതിന് പകരമായിട്ട് എന്തായിട്ട് മാറിയിരിക്കുന്നത് ഔഷധം ആഹാരമായിട്ടാണ് ഇന്നത്തെ വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 60 ഒക്കെ കഴിഞ്ഞിട്ടുള്ള ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആഹാരം ഔഷധമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം സമ്പൂർണ്ണ ആഹാരമാണെങ്കിൽ എല്ലാ ഘടകങ്ങളും ഉള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കാര്യമില്ല. കുറച്ച് കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചിട്ട് വയറ് കൂടി വരികയുള്ളൂ. മാംസ്യം വേണം, ഫൈബർ വേണം, മിനറൽസ് വേണം. ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാം നമ്മൾ നിത്യേന കഴിക്കുന്ന ഫലങ്ങൾ, വിറ്റാമിൻസ് വേണം. നിത്യേന കഴിക്കുന്ന ആഹാരങ്ങളിൽ ഇങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടെങ്കിൽ നമുക്ക് പല രോഗങ്ങളും മാറ്റി നിർത്താനായിട്ട് സാധിക്കും. ആഹാരം മാത്രം പോരാ, അതോടൊപ്പം തന്നെ വ്യായാമം വേണം. പണ്ട് വ്യായാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഓടാനോ ചാടാനോ നടക്കാനോ ഒന്നും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ജനങ്ങളെല്ലാവരും ജീവിത രീതിയിൽ തന്നെ വ്യായാമം സ്വാഭാവികമായിട്ട് കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ വാഹനങ്ങളുണ്ടായിരുന്നില്ല. എവിടേക്കെങ്കിലും നടക്കണമെങ്കിൽ ഇന്നിപ്പോൾ എന്താണ്, 1 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നമ്മളത് സൈക്കിളോ അല്ലെങ്കിൽ ബൈക്കോ അല്ലെങ്കിൽ കാറോ എടുക്കും. നടക്കാനായിട്ട് തയ്യാറില്ല. മനുഷ്യനെ ആരോഗ്യവാനായിട്ടിരിക്കാനായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ 2 ഡോക്ടറും 2 നേഴ്സും നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. 2 കാലം എന്ന് പറഞ്ഞിട്ട് 2 ഡോക്ടർമാരാണ്. നമ്മൾ നടക്കുകയാണെങ്കിൽ ആ ഡോക്ടർമാർ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവില്ല. കൈകൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ആരോഗ്യം കിട്ടുന്നതിന് വേണ്ട എക്സസൈസ് കിട്ടും. അപ്പം അങ്ങനെ നമ്മളുടേതായിട്ടുള്ള ജീവിത ശൈലിയിലും ഉണ്ടായ മാറ്റവും കൂടിയാണ് ഈ രോഗം വർദ്ധിപ്പിച്ചു വരുന്നതിനുള്ള കാരണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആഹാര രീതിയിലും ഭാവിയിലുള്ള പുതുതലമുറയ്ക്ക് നമുക്ക് മാറ്റം നിർദ്ദേശിക്കാനായിട്ട് വായനശാലയ്ക്ക് കഴിയണം. ഈ വറുത്തതും പൊരിച്ചതും അല്ലെങ്കിൽ കലോറി മൂല്യം കൂടുതലുള്ള ആഹാരം കുറയ്ക്കണം. നേരത്തെ പറഞ്ഞു തന്ന രീതിയിലുള്ള സമീകൃത ആഹാരം ഓരോ ദിവസവും നിത്യ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അത്യാവശ്യം വേണ്ട കായികാധ്വാനമോ ഫിസിക്കൽ എക്സസൈസിലോ ഏർപ്പെടണം. മറ്റൊന്ന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മറ്റൊന്നു കൂടി ശ്രദ്ധിക്കണം. മറ്റൊന്ന് ശുചിത്വത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വ്യക്തി ശുചിത്വം നമ്മൾ പണ്ടേ പേര് കേട്ടവരാണ് അല്ലേ. പണ്ടേ മുതൽ കേരളീയർ വ്യക്തി ശുചിത്വം പാലിക്കുന്നവർ, നല്ല വ്യക്തി ശുചിത്വം പാലിക്കുന്നവരാണ്. പരിസര ശുചിത്വമായിരുന്നു നമുക്ക് ഒരു പോരായ്മ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതാനും വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് നമുക്കറിയാം നവകേരളം മാലിന്യമുക്ത കേരളം എന്നുള്ള സർക്കാരിൻ്റെ ആ ഒരു പദ്ധതി വിജയത്തിലേക്ക് എത്തി സമ്പൂർണ്ണമായിട്ടും. കേരളം എന്ന് പണ്ടത്തേമോണം മാലിന്യങ്ങൾ കൂടി കിടക്കുന്ന ഒരു പ്രദേശങ്ങൾ നമുക്ക് കാര്യമായിട്ട് കാണാൻ സാധിക്കില്ല. നമ്മൾ സമീപത്തുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട് ഇങ്ങനെ ആയിരുന്നുവല്ലോ എന്ന് നമുക്ക് ഒരു പക്ഷേങ്കിൽ തോന്നിപ്പോയി. വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് 10 വയസ്സ് കൂടുതലാണ്, അങ്ങോട്ട് പോയിട്ട് 10 വയസ്സ് കുറവാണ്. ലൈഫ് എക്സ്പെക്റ്റൻസി കേരളത്തിൽ മറ്റു സംസ്ഥാനത്തേക്കാളും സമീപത്തുള്ള സംസ്ഥാനത്തേക്കാളും വാളയാർ കഴിഞ്ഞ് അങ്ങോട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ 10 വയസ്സ് കുറവും, നമുക്ക് ഇങ്ങോട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ 10 വയസ്സ് കൂടുതലും. ഇപ്പോൾ ഒരു 70, 80, 90 എന്ന് പറഞ്ഞതൊന്നും കേരളത്തിൽ വലിയൊരു വയസ്സല്ല. അതൊക്കെ സാധാരണ ലൈഫാണ്. അപ്പോൾ
ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് വായനശാലകൾക്ക് കഴിയും. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇടപെടലുകൾ വായനശാലകൾ നടത്താൻ കഴിയും. ഈ വായനശാലയെ സംബന്ധിച്ചിടത്തോളം അതിന് ശേഷിയും ശേഷിയുമുള്ള നല്ല പ്രവർത്തകർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെയുള്ള ഈ പ്രവർത്തകർ തന്നെ 1 4 4 16 അങ്ങനെ വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആ രീതിയിലുള്ള ഒരു വളർച്ച ഈ വായനശാലയ്ക്ക് ഭാവിയിലുണ്ടാവും. അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാവരും പങ്കാളികളാകും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഉപകരണം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഞാൻ ഈ ഉപകരണത്തെ പറ്റിയിട്ട് മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വേണ്ടത് ഇങ്ങനെയുള്ളത് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കേണ്ടത്. നമ്മൾ പുതിയ തലമുറയ്ക്കെങ്കിലും നമ്മൾ ആ ജീവിത രീതിയിൽ മാറ്റമൊക്കെ വരുത്തിക്കൊണ്ട് ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ ഒരു 100 വയസ്സ് വരെ ജീവിക്കാനുള്ള ആയുസ്സുണ്ടാകുന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഉള്ള ഇടപെടലുകൾ നമുക്ക് വായനശാലകൾക്ക് നടത്താനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നന്ദി, നമസ്കാരം. ഇവിടെ വന്നു ഇനി വേണ്ടത് എല്ലാവരും ചുറ്റി നിൽക്കുന്നു. ഇവിടെ എന്നാ കയറിക്കും. അങ്ങോട്ട് പിടിച്ചോണേ, ഇത് പിടിച്ചോണേ, പേടിക്കരുത്. പോണല്ലേ അത് അല്ല പെട്ടെന്ന് നമ്മളത് ചെയ്യുമ്പോഴേ ഒരു കാര്യം ഇതിന്റെ തോന്നുന്നു ഒന്ന് ഇടാൻ പോണേട്ടാ. പേടിക്കരുത്, ഞെട്ടരുത്. സാറൊന്ന് വരും അറിയട്ടെ മതി. ഇത് കൂളായിട്ട് അവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊരു നല്ല അനുഭവമാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു വൈബ്രേഷൻ ശരിക്കും ഉണ്ട്. പക്ഷേ സാറ് പറഞ്ഞ പോലെ ഇത് മാത്രമല്ല, നമുക്ക് ഇതൊരു രോഗമുക്തി എന്നുള്ളതല്ല, നമ്മുടെ മറ്റു എക്സസൈസും കൂടെ വേണം. അപ്പം അതിൻ്റെ കൂടെ ഇത് നമുക്ക് സമയം പോലെ വന്ന് എല്ലാവർക്കും ഇത് ആസ്വദിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല അനുഭവം തന്നെയാണ്. തമ്പി ഒന്ന് കയറി, തമ്പി ഒന്ന് കയറി. ഇതാണ് ഇത്ര വേണം കയറി തമ്പി കയറി. ആ തമ്പിക്ക് അത് വേണ്ടി പേടിക്കരുത്, ഞെട്ടരുത് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഞെട്ടരുത്. ഇനി എൻ്റെ ഷോൾഡറിൽ നോക്കിച്ചോളൂ. ഇതെങ്ങനെ അനുഭവങ്ങളുണ്ട് പറഞ്ഞു അങ്ങനെ സംസാരിക്കാം. ശരിക്കും നമ്മളെ അടിയിൽ കൊള്ളിക്കുന്നത് പാപ്പ കയറുന്നില്ലേ? പാപ്പ കയറുന്നില്ല? കയറി മാസം എന്താ ഇത്? വാസുവിനെ നെറ്റ് കവർ ഞാൻ തന്നെ വേണമെങ്കിൽ പിടിച്ചോ. തന്നെ പിടിച്ചോ. എങ്ങനെയുണ്ട്? മതിയാ ഇത്ര മതിയാ.
അഡ്ജസ്റ്റ് പോയില്ലോ. അഡ്ജസ്റ്റബിലേക്ക് പോയോ? ഇല്ല ഓ പാപ്പ കിട്ടും. അഡ്ജസ്റ്റബിളി വേണ്ടെന്ന് പറയാം. ഇനി വാസിട്ടമ്മ എനിക്ക് കുറച്ച് മതിട്ടാ. അല്ല അത് പറ്റില്ല അങ്ങനെ ഒരു ശക്തി ഇല്ലാന്ന് പറഞ്ഞത് ഈ സാധനം. റെഡ് കവറിങ് റെഡിൽ ഇൻഫ്രാറെഡ് റേസിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുഴപ്പമില്ല. ഇനി എന്റെ ഷോൾഡറിനൊന്നും മുറുക്ക് പിടിച്ചോ. ഇത് കഴിഞ്ഞിട്ടാ അല്ലല്ല ഇത് കവർ ചെയ്തു. സെക്കൻഡ് സ്റ്റേജ് മതി. രണ്ടാം കുഴപ്പമില്ലല്ലോ. സെക്കൻഡ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിന് എന്റെ ഷോൾഡറിനൊന്നും പിടിച്ചോളൂ. വെറുതെ പെട്ടെന്ന് ഇപ്പൊ നല്ല ഓറുണ്ട്. നമുക്കൊരു നല്ലൊരു ഫുൾ ഒരു എക്സസൈസ് സംസ്ഥാനം ഒരു ഇതുണ്ട്. കുഴപ്പമില്ല. ഓടി വരും ഓടി വരും ഓടി വരും. കേറി 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 കേറ് കേറ്. കേറി കേറി വേഗം സെന്റിമെന്റ് അങ്ങോട്ട് വേണ്ടത്. നമ്മളങ്ങോട്ട് നീ ഇത് അടുത്തേക്ക് പിടിച്ചേക്ക് പിടിച്ചേക്ക്. ആ ഒന്ന് ആ ഷോൾഡറിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞോ കൂട്ടിക്കോ കൂട്ടിക്കോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി ആർക്കെങ്കിലും കയറാൻ ആ വരും 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 വരും. വേഗം 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 ഒന്ന് കയറി ഒന്ന് കയറി 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 കയറി. അതവിടെ കയറുന്നു. തിരിച്ച് തിരിച്ച് നീ ഇതൊന്ന് ആ റെഡ് കവർ ചെയ്യണം കേട്ടോ. റെഡ് കവർ ചെയ്യണം റെഡ് കവർ ചെയ്യണം. പേടിക്കാണ്ടിരിക്കണം പേടിക്കരുത്. ഒന്ന് ഷോൾഡർ പിടിച്ചോളൂ. മതി 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 മതി. ആ മതി കഴിഞ്ഞു കഴിഞ്ഞു. അപ്പം മതി. അപ്പം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോ. അതെ നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചോ. നന്ദി പറയാനല്ലേ. നമുക്ക് ഇന്ന് ഇവിടെ പുസ്തകം ഗ്രഡേഷന് വേണ്ടി നമ്മുടെ അതെ സാറ് പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. കൈമാറുന്നു. അത് കഴിഞ്ഞിട്ട് മതിയില്ലേ? ആ അതെ ആ എല്ലാവരും എല്ലാവരും ഒന്ന് വരും. നമ്മുടെ ഇന്ന് ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രഡേഷനുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് എങ്ങനെയാണ് ലൈബ്രറി കൊണ്ടു നടക്കേണ്ടത്, അതിൻ്റെ പുസ്തകവും റെക്കോർഡുകളും എങ്ങനെയാണ് നാം സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറുതല്ല വലുതായിട്ടുള്ള ധാരണ തന്നെയാണ് കിട്ടിയത്. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈബ്രറിയിൽ എങ്ങനെ ആളെ കൂട്ടണം, ആളുകളെ എങ്ങനെ എത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹം നല്ല ക്ലാസ്സൊക്കെ എടുത്തു തന്നു. അതുപോലെ നമ്മുടെ മെഷീൻ ഉദ്ഘാടനം ചെയ്യാനും അദ്ദേഹത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഒരു സ്വപ്ന ചെറുകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കഥയുടെ നോവലാണ്, കവിതാ സംഹാരമാണ് ഇത് എഴുതിയിരിക്കുന്നത്. പുല്ലരി പബ്ലിക്കേഷൻ മണത്തിൽ നിന്നാണ് അച്ചടിച്ചിരിക്കുന്നത്. സിആർ ദാസ് ആണ് ആമുഖം എഴുതിയിട്ടുള്ളത്. സിആർ ദാസ് നമുക്ക് ഇവിടെ എപ്പോഴും വരുന്ന ഒരാളാണ്. ഒരുപാട് പുസ്തകങ്ങൾ തന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹമാണ് ഇതിന് ആമുഖം എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടുള്ളതാണോ ആദ്യത്തെ ഒരു കാവ്യസമാഹാരമാണ് ഇത്, കവിതയാണ് ഇത്. എല്ലാവരും വാങ്ങി വായിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്കൊരു പുസ്തകം ലൈബ്രറിക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ പുസ്തകം നമുക്ക് കൈമാറുന്നതിനായിട്ട് പ്രസിന് കൈമാറുന്നതിനായിട്ട് അദ്ദേഹത്തിന് നൽകുകയാണ്. ഇനി അദ്ദേഹത്തിനെ സഹായിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും വായിച്ചിട്ടാണ് സഹായിക്കേണ്ടത്. എല്ലാവരും തന്നെ വായിച്ച് എന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞു കൊടുത്താൽ വീണ്ടും എഴുതാം. നന്ദി പ്രകാശിക്കുന്നതിന് നമുക്കറിയാം ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ക്ലബിന്റെയും ഇവിടുത്തെ കൂടിയിരുന്ന എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായി സ്നേഹത്തോടെ
നന്ദി പറയുന്നു.